എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് SCERT സ്റ്റാൻഡേർഡ് 9 സോഷ്യൽ സയൻസ് ഹിസ്റ്ററി വിഭാഗത്തിലെ സമന്വയത്തിന്റെ ഇന്ത്യ എന്ന 6ാമത്തെ ചാപ്റ്ററിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നോക്കിപ്പോവാം. ഷാജഹാന്റെ മകളായ ജഹനാര തന്റെ ആത്മകഥ എഴുതിയ ഭാഷ പേർഷ്യൻ. ഷാജഹാന്റെ മകളായ ജഹനാര തന്റെ ആത്മകഥ എഴുതിയിട്ടുള്ള ഭാഷ ഏതാന്ന് ചോദിച്ചാല് പേർഷ്യൻ ഭാഷയാണ്. മധ്യകാല ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്ന വിവിധ സ്രോതസ്സുകൾ ഭരണാധികാരികളുടെ ആത്മകഥകൾ, ജീവചരിത്രങ്ങൾ, സഞ്ചാരികളുടെ കുറിപ്പുകൾ, ദിനവൃത്താന്തങ്ങൾ, ചരിത്രകൃതികൾ എന്നിവയാണ്. മധ്യകാല ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്ന വ്യത്യസ്ത സ്രോതസ്സുകൾ ഭരണാധികാരികളുടെ ആത്മകഥകളും ജീവചരിത്രങ്ങളും, സഞ്ചാരികളുടെ കുറിപ്പുകള്, ദിനവൃത്താന്തങ്ങള്, ചരിത്രകൃതികൾ എന്നിവയാണ്. വിവിധ സംസ്കാരങ്ങളുടെ സമന്വയത്തിന്റെ ഭാഗമായി മധ്യകാലഘട്ടത്തിൽ പുതിയ ശൈലികൾ രൂപം കൊണ്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സാഹിത്യം, സംഗീതം, ചിത്രമെഴുത്ത്, ശില്പകല എന്നിവയൊക്കെയാണ്. വിവിധ സംസ്കാരങ്ങളുടെ സമന്വയത്തിന്റെ ഭാഗമായി മധ്യകാലഘട്ടത്തിൽ പുതിയ ശൈലികൾ രൂപം കൊണ്ട മേഖലകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാല് സാഹിത്യം, സംഗീതം, ചിത്രമെഴുത്ത്, ശില്പകല എന്നിവയാണ്. ദർശനങ്ങളുടെ പരസ്പര സ്വാധീനത്താൽ മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ട ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും സൂഫി പ്രസ്ഥാനവും ഭക്തി പ്രസ്ഥാനവുമാണ്. ദർശനങ്ങളുടെ പരസ്പര സ്വാധീനത്താൽ മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ട ആശയങ്ങളാണ് സൂഫി പ്രസ്ഥാനം, ഭക്തി പ്രസ്ഥാനം തുടങ്ങിയവ. മധ്യകാല ഇന്ത്യയിൽ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ആഡംബര ജീവിതത്തോട് വൈമുഖ്യം കാണിക്കുകയും ചെയ്ത വിഭാഗക്കാരാണ് സൂഫികൾ. മധ്യകാല ഇന്ത്യയിൽ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ആഡംബര ജീവിതത്തോട് വൈമുഖ്യം കാണിക്കുകയും ചെയ്ത വിഭാഗക്കാരായിരുന്നു സൂഫികൾ എന്ന് പറയുന്നത്. മധ്യേഷ്യയിൽ നിന്നും സൂഫികൾ ഇന്ത്യയിലേക്ക് വന്ന നൂറ്റാണ്ട് 11ാം നൂറ്റാണ്ടാണ്. മധ്യേഷ്യയിൽ നിന്നും സൂഫികൾ ഇന്ത്യയിലേക്ക് വന്ന നൂറ്റാണ്ട് 11ാം നൂറ്റാണ്ട്. സൂഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരാൾ ദൈവത്തെ ശരിക്കും സ്നേഹിച്ചാൽ അയാൾ ദൈവത്തോടും ചുറ്റുമുള്ള മനുഷ്യരോടും അടുക്കുമെന്ന് സൂഫികൾ വിശ്വസിച്ചിരുന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള മാർഗമായി ഭക്തിയെ അവർ കണക്കാക്കിയിരുന്നു. എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണമെന്നാണ് സൂഫികള് പറഞ്ഞിട്ടുള്ളത്. സൂഫി ഗുരുവിനെ വിളിച്ചിരുന്നത് പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നാണ്. സൂഫി ഗുരുവിനെ വിളിച്ചിരുന്നത് പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നാണ്. സൂഫി അനുയായികളെ വിളിച്ചിരുന്നത് മുരീദ് എന്നാണ്. സൂഫി അനുയായികളെ വിളിച്ചിരുന്നത് മുരീദ് എന്നാണ്. സൂഫികളുടെ താമസ സ്ഥലം അറിയപ്പെട്ടത് ഖാൻഗാഹുക്കൾ എന്നാണ്. സൂഫികളുടെ താമസ സ്ഥലം അറിയപ്പെട്ടത് ഖാൻഗാഹുക്കൾ എന്നാണ്. അജ്മീറിലെ പ്രശസ്തനായ സൂഫി വര്യനാണ് ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി. അജ്മീർ രാജസ്ഥാനിലാണ്. പ്രശസ്തനായ സൂഫി വര്യനാണ് ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി എന്നുള്ളത്. ദൈവത്തോട് അടുക്കാനുള്ള ഒരു മാർഗം ഗാനാലാപനമാണെന്ന് അഭിപ്രായപ്പെട്ട അജ്മീറിലെ സൂഫി വര്യനാണ് ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി എന്നുള്ളത്. ദൈവത്തോട് അടുക്കാനുള്ള ഒരു മാർഗം ഭക്തി ഗാനാലാപനമാണെന്ന് അഭിപ്രായപ്പെട്ട അജ്മീറിലെ സൂഫി വര്യനാണ് ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി. സൂഫി കേന്ദ്രങ്ങളിൽ ആലപിക്കുന്ന ഭക്തിഗാനങ്ങൾ അറിയപ്പെട്ടത് ഖവാലികൾ എന്നാണ്. സൂഫി കേന്ദ്രങ്ങളിൽ ആലപിക്കുന്ന ഭക്തിഗാനങ്ങൾ അറിയപ്പെട്ടത് ഖവാലികൾ എന്നാണ്. പൊതുജനങ്ങളും ഭരണാധികാരികളും ഒരുപോലെ ബഹുമാനിച്ചിരുന്ന ഡൽഹിയിലെ സൂഫി വര്യനാണ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ എന്നുള്ള വ്യക്തി. പൊതുജനങ്ങളും ഭരണാധികാരികളും ഒരുപോലെ ബഹുമാനിച്ചിരുന്ന ഡൽഹിയിലെ സൂഫി വര്യൻ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ആണ്. സൂഫിസം എന്ന വാക്കിന്റെ ഉത്ഭവം ഏതു പദത്തിൽ നിന്നുമാണ്? തസവുഫ് എന്ന പദത്തിൽ നിന്നാണ്. സൂഫിസം എന്ന വാക്കിന്റെ ഉദ്ഭവം ഏതു പദത്തിൽ നിന്നുമാണ് എന്ന് ചോദിച്ചാൽ തസവുഫ് എന്ന പദത്തിൽ നിന്നുമാണ്. സൂഫ് എന്ന വാക്കിൽ നിന്നാണ് സൂഫിസം എന്ന പദം ഉണ്ടായത് എന്നൊരു അഭിപ്രായമുണ്ട്. ഇതിൽ സൂഫ് എന്ന വാക്കിന്റെ അർത്ഥം കമ്പിളി എന്നാണ്. സൂഫ് എന്ന വാക്കിൽ നിന്നാണ് സൂഫിസം എന്ന പദമുണ്ടായത് എന്ന ഒരു അഭിപ്രായമുണ്ട്.
ഇതിൽ സൂഫ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കമ്പിളി എന്നാണ് സൂഫ് എന്ന വാക്കിന്റെ അർത്ഥം. സഫ എന്ന വാക്കിൽ നിന്നുമാണ് സൂഫിസം എന്ന പദമുണ്ടായത് എന്നൊരു അഭിപ്രായവുമുണ്ട്. ഇതിൽ സഫ എന്ന വാക്കിന്റെ അർത്ഥം ശുദ്ധി എന്നാണ്. സഫ എന്ന വാക്കിൽ നിന്നുമാണ് സൂഫിസം എന്ന പദമുണ്ടായത് എന്നൊരു അഭിപ്രായവുമുണ്ട്. ഇതിൽ സഫ എന്ന വാക്കിന്റെ അർത്ഥം ശുദ്ധി എന്നാണ്. ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഷ്ടദൈവത്തിലേക്ക് സ്വയം സമർപ്പിക്കുക എന്നാണ്. ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഷ്ടദൈവത്തിലേക്ക് സ്വയം സമർപ്പിക്കുക. ദൈവഭക്തിയെ അടിസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളും അറിയപ്പെട്ടത് ഭക്തി പ്രസ്ഥാനം എന്നാണ്. ദൈവഭക്തിയെ അടിസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളും അറിയപ്പെട്ടത് ഭക്തി പ്രസ്ഥാനം എന്നാണ്. ഒരു ജനകീയ പ്രസ്ഥാനമായി ഭക്തി ആദ്യം വളർന്നു വന്ന പ്രദേശം ദക്ഷിണേന്ത്യയിലാണ്. ഒരു ജനകീയ പ്രസ്ഥാനമായി ഭക്തി ആദ്യം വളർന്നു വന്ന പ്രദേശം ദക്ഷിണേന്ത്യയിൽ. ആദ്യകാല ഭക്തി പാരമ്പര്യങ്ങൾക്കുണ്ടായിരുന്ന സവിശേഷതകൾ എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു പോവാം. ഭക്തകവികളായ സന്യാസിമാരായിരുന്നു പ്രചാരകര്. യാഥാസ്ഥിതിക ബ്രാഹ്മണ പാരമ്പര്യങ്ങളെ ഇവര് വെല്ലുവിളിച്ചു. സ്ത്രീകൾക്കും കീഴ്ജാതിക്കാർക്കും പ്രാധാന്യം നൽകി. സാഹിത്യത്തിലും സംഗീതത്തിലും ഇവര് സംഭാവന നൽകി. ഭക്തിപ്രസ്ഥാനത്തിലെ പ്രശസ്തനായ ശൈവ സന്യാസിയാണ് അപ്പർ എന്നുള്ളത്. ഭക്തിപ്രസ്ഥാനത്തിലെ പ്രശസ്തനായ ശൈവ സന്യാസി അപ്പർ. ആദ്യകാല ഭക്തിപ്രസ്ഥാനം ഉദ്ഭവിച്ച സ്ഥലം തമിഴ്നാടാണ്. ആദ്യകാല ഭക്തിപ്രസ്ഥാനം ഉദ്ഭവിച്ച സ്ഥലം തമിഴ്നാട്. ആഴ്വാന്മാരും നായനാർമാരും ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള സ്ഥലവും തമിഴ്നാടാണ്. ആഴ്വാർമാരും നായനാർമാരും ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സ്ഥലം തമിഴ്നാട്. തമിഴ്നാട്ടിൽ ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആഴ്വാർമാർ ആരാധിച്ചിരുന്നത് ആരെയാണ് എന്നുള്ളതാണ്. അവിടെ ഉത്തരം കൊടുത്തില്ല, ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ഉത്തരം വിഷ്ണു ആണ്. ഉത്തരം വിഷ്ണു. വിഷ്ണുവിനെയാണ് അവർ ആരാധിച്ചിരുന്നത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. വിഷ്ണു. തമിഴ്നാട്ടിൽ ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആഴ്വാർമാർ ആരാധിച്ചിരുന്നത് വിഷ്ണുവിനെയാണ്. തമിഴ്നാട്ടിൽ ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നായനാർമാർ ആരാധിച്ചിരുന്നത് ശിവനെയാണ്. തമിഴ്നാട്ടിൽ ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നായനാർമാർ ആരാധിച്ചിരുന്നത് ശിവനെയാണ്. തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാരിൽ പ്രമുഖയാണ് ആണ്ടാൾ. തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാരിൽ പ്രമുഖയാണ് ആണ്ടാൾ. തമിഴ്നാട്ടിലെ സന്യാസിമാരായിരുന്ന കാരയ്ക്കൽ അമ്മയാർ ആരാധിച്ചിരുന്നത് ശിവനെയാണ്. തമിഴ്നാട്ടിലെ സന്യാസിയായിരുന്ന കാരയ്ക്കൽ അമ്മയാർ ആരാധിച്ചിരുന്നത് ശിവനെ. നായനാർമാരിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തൊഴിലാളികൾ, കർഷകർ, വേട്ടക്കാർ, സൈനികർ, ബ്രാഹ്മണർ, മുഖ്യനാർ എന്നിവരൊക്കെ നായനാർമാരിൽ ഉൾപ്പെട്ട ആളുകളായിരുന്നു. തമിഴ്നാട്ടിലെ ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖയായിരുന്ന നായനാർമാരുടെ സമാഹരിക്കപ്പെട്ട കൃതികൾ അറിയപ്പെടുന്ന പേരെന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തേവാരം എന്നാണ്. തമിഴ്നാട്ടിലെ ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്ന നായനാർമാരുടെ സമാഹരിക്കപ്പെട്ട കൃതികൾ അറിയപ്പെടുന്ന പേര് തേവാരം. 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപം കൊണ്ട ഒരു ജനകീയ പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപം കൊണ്ട ഒരു ജനകീയ പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. വീരശൈവ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ബസവണ്ണ. വീരശൈവ പ്രസ്ഥാനത്തിന്റെ നേതാവ് ബസവണ്ണ. ലിംഗവിവേചനത്തിനും ജാതി വിവേചനത്തിനുമെതിരെ ആദ്യമായി രംഗത്തു വന്ന പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. ലിംഗവിവേചനത്തിനും ജാതി വിവേചനത്തിനുമെതിരെ ആദ്യമായി രംഗത്തു വന്ന പ്രസ്ഥാനം വീരശൈവ പ്രസ്ഥാനം. വീരശൈവർ കഴുത്തിൽ ശിവലിംഗം ധരിക്കുന്നത് കൊണ്ട് അറിയപ്പെട്ടിരുന്നത് ലിംഗായത്തുകൾ എന്നാണ്. വീരശൈവർ കഴുത്തിൽ ശിവലിംഗം ധരിക്കുന്നത് കൊണ്ട് അറിയപ്പെടുന്നത് ലിംഗായത്തുകൾ എന്നാണ്. വീരശൈവർ ആരാധിച്ചിരുന്നത് ശിവനെയാണ്. വീരശൈവർ ആരാധിച്ചിരുന്നത് ശിവനെ. 12ാം നൂറ്റാണ്ടിൽ ലിംഗായത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഒരു ജനാധിപത്യ വേദിയാണ് അനുഭവ മണ്ഡപം എന്നുള്ളത്. 12ാം നൂറ്റാണ്ടിൽ ലിംഗായത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഒരു ജനാധിപത്യ വേദിയാണ് അനുഭവ മണ്ഡപം.
അനുഭവ മണ്ഡലത്തിൽ കൂടിയ സമ്മേളനങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു പോവാം. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഇതിൽ എല്ലാവർക്കും പങ്കെടുക്കാം. സമൂഹത്തിലെ അസമത്വങ്ങളെ എതിർക്കുന്നതിനും ജാതി മേധാവിത്വത്തെ ചോദ്യം ചെയ്യുവാനും ഇത് ഉപകരിച്ചിട്ടുണ്ടായിരുന്നു. വീരശൈവ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കി പോവാം. അധ്വാനത്തിന്റെ മഹത്വം അവർ ഉയർത്തിപ്പിടിച്ചു. ഒരു ജാതി വ്യവസ്ഥയെ എതിർത്തു. സ്വാതന്ത്ര്യം, സാമൂഹിക നീതി എന്നീ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. സ്ത്രീ പുരുഷ സമത്വത്തിന് പ്രാധാന്യം നൽകി. വിധവാ വിവാഹം, മിശ്രഭോജനം, പ്രായപൂർത്തി വിവാഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. പുനർജന്മ സിദ്ധാന്തത്തെ ഇവര് ചോദ്യം ചെയ്യുക കൂടി ചെയ്തു. ഇതൊക്കെയാണ് വീരശൈവ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞ ദക്ഷിണേന്ത്യയിലെ നേതാവായിരുന്നു ബസവണ്ണൻ. തൊഴിലിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മഹത്വത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞ ദക്ഷിണേന്ത്യയിലെ ഒരു നേതാവായിരുന്നു നമ്മുടെ ബസവണ്ണ എന്ന് പറയുന്നത്. ഇനി തൊഴിലിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് ബസവണ്ണയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ നിരീക്ഷണങ്ങളാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. നമുക്കൊന്ന് വായിച്ചു പോവാം. ഏതെങ്കിലും ഒരു തൊഴിൽ സ്വീകരിക്കണമെന്നും അത് ആത്മാർത്ഥമായി നിർവഹിക്കണമെന്നും ബസവണ്ണ നിർദ്ദേശിച്ചു. രണ്ടാമത്തത്, നാം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെല്ലാ തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള മഹാത്മ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബസവണ്ണ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ. ഇനി വീരശൈവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായ കന്നഡ ഭാഷയിലെ സാഹിത്യ രൂപമാണ് വചന സാഹിത്യം. വീരശൈവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായിട്ടുള്ള കന്നഡ ഭാഷയിലെ സാഹിത്യ രൂപമാണ് വചന സാഹിത്യം. വചന സാഹിത്യത്തിൽ ഉൾപ്പെടുന്നത് ഗദ്യരൂപത്തിലുള്ള കവിതകളായിരുന്നു. വചന സാഹിത്യത്തിൽ ഉൾപ്പെടുന്നത് ഗദ്യരൂപത്തിലുള്ള കവിതകൾ. കന്നഡ ഭാഷയുടെ വളർച്ചയെ ഏറെ സഹായിച്ച സാഹിത്യ രൂപമാണ് വചന സാഹിത്യം. കന്നഡ ഭാഷയുടെ വളർച്ചയെ ഏറെ സഹായിച്ചിട്ടുള്ള ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം. ഉത്തരേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു കവിയായിരുന്നു കബീർ. ഉത്തരേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു കവിയായിരുന്നു കബീർ. അർത്ഥവത്തായ ഈരടികൾ എന്ന ദോഹ ഏത് ഉത്തരേന്ത്യൻ കവിയുടേതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കബീറിൻ്റെതാണ്. അർത്ഥവത്തായ ഈരടികൾ എന്ന ദോഹ ഏത് ഉത്തരേന്ത്യൻ കവിയുടേതാണ്? കബീറിൻ്റെതാണ്. ദൈവത്തിലേക്ക് എത്താൻ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ശുദ്ധി വേണമെന്ന് അഭിപ്രായപ്പെട്ട ഏകദൈവ വിശ്വാസത്തിന് ഊന്നൽ നൽകിയ മറ്റൊരു ഉത്തരേന്ത്യൻ പ്രബോധകനാണ് നമ്മുടെ ഗുരുനാനാക്ക് എന്ന് പറയുന്നത്. ദൈവത്തിലേക്ക് എത്താൻ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ശുദ്ധി വേണമെന്ന് അഭിപ്രായപ്പെട്ട ഏകദൈവ വിശ്വാസത്തിന് ഊന്നൽ നൽകിയ ഒരു ഉത്തരേന്ത്യൻ പ്രബോധകനാണ് ഗുരുനാനാക്ക് എന്ന് പറയുന്നത്. ഷാബാദ് എന്നറിയപ്പെടുന്ന പ്രാർത്ഥനാ ഗീതങ്ങൾ സംഭാവന ചെയ്തത് ഗുരുനാനാക്കാണ്. ഷാബാദ് എന്നറിയപ്പെടുന്ന പ്രാർത്ഥനാ ഗീതങ്ങൾ സംഭാവന ചെയ്തത് ഗുരുനാനാക്ക്. തന്റെ അനുയായികൾ ഒരു പൊതു അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞ പ്രബോധകനായിരുന്നു ഗുരുനാനാക്ക്. തന്റെ അനുയായികൾ ഒരു പൊതു അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞ പ്രബോധകനാണ് ഗുരുനാനാക്ക്. മധ്യകാലഘട്ടത്തിൽ പശ്ചിമതീര പ്രദേശങ്ങളിൽ കച്ചവടക്കാർ ഉപയോഗിച്ചിരുന്ന ഭാഷ അറബിയായിരുന്നു. മധ്യകാലഘട്ടത്തിൽ പശ്ചിമതീര പ്രദേശങ്ങളിൽ കച്ചവടക്കാർ ഉപയോഗിച്ച ഭാഷ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അറബി ഭാഷയാണ്. കേരളത്തിൽ അറബികളുടെ സ്വാധീനം മൂലം രൂപം കൊണ്ടുവന്ന മിശ്രഭാഷാ രൂപം അറബി മലയാളമാണ്. കേരളത്തിൽ അറബികളുടെ സ്വാധീനം മൂലം രൂപം കൊണ്ട മിശ്രഭാഷാ രൂപമാണ് അറബി മലയാളം. വിജയനഗര ഭരണാധികാരികളുടെ സഭകളിൽ ആഘോഷാവസരങ്ങളിൽ ഉപയോഗിച്ച ഭാഷ സംസ്കൃതമാണ്. വിജയനഗര ഭരണാധികാരികളുടെ സഭകളിൽ ആഘോഷാവസരങ്ങളിൽ ഉപയോഗിച്ച ഭാഷ സംസ്കൃതം. സംസ്കൃതത്തിലുള്ള ബഹുജന സാഹിത്യ രൂപങ്ങളാണ് മഹാഭാരതം, രാമായണം, പുരാണങ്ങൾ എന്നിവ. സംസ്കൃതത്തിലുള്ള ബഹുജന സാഹിത്യങ്ങളാണ് മഹാഭാരതം, രാമായണം, പുരാണങ്ങൾ എന്നിവ. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഷയായി നിലനിന്നിരുന്ന ഭാഷ സംസ്കൃതമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഷയായി നിലനിന്നിരുന്ന ഭാഷ സംസ്കൃതം. പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ഇന്ത്യൻ കൃതികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാമായണം,
മഹാഭാരതം, അഥർവവേദം, ഉപനിഷത്തുകൾ എന്നിവയാണ്. പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ഇന്ത്യൻ കൃതികൾ രാമായണം, മഹാഭാരതം, അഥർവവേദം, ഉപനിഷത്തുകൾ എന്നിവയാണ്. മധ്യകാലഘട്ടത്തിലെ പ്രസിദ്ധനായ പേർഷ്യൻ എഴുത്തുകാരനാണ് ആമിർ ഖുസ്രു. മധ്യകാലഘട്ടത്തിലെ പ്രസിദ്ധനായ പേർഷ്യൻ എഴുത്തുകാരനാണ് ആമിർ ഖുസ്രു. കൽഹണൻ രചിച്ച രാജതരംഗിണി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട സമയത്തെ കാശ്മീർ രാജാവ് ആരായിരുന്നു? സൈനുൽ അബ്ദീനാണ്. കൽഹണൻ രചിച്ച രാജതരംഗിണി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട സമയത്തെ കാശ്മീർ രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈനുൽ അബ്ദീൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്നു വികാസം പ്രാപിച്ച ഭാഷ ഹിന്ദിയാണ്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്നു വികാസം പ്രാപിച്ച ഭാഷ ഹിന്ദി. മധ്യകാലഘട്ടത്തിൽ ഹിന്ദിയിൽ ധർമ്മോപദേശം നടത്തിയ പ്രശസ്ത വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രമാനന്ദനും കബീറും ആയിരുന്നു. മധ്യകാലഘട്ടത്തില് ഹിന്ദിയില് ധർമ്മോപദേശം നടത്തിയ പ്രശസ്ത വ്യക്തികള് രമാനന്ദനും കബീറുമായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഉറുദു എന്ന വാക്കിന്റെ വാച്യാർത്ഥ്യം എന്ത് എന്ന് ചോദിച്ചാൽ ക്യാമ്പ് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ഉറുദു എന്ന വാക്കിന്റെ വാച്യാർത്ഥ്യം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പാണ്. വിവിധ ഭാഷക്കാരായ പട്ടാളങ്ങൾ തമ്മിൽ സംസാരിക്കാൻ ഉപയോഗിച്ച ഭാഷ ഉറുദു ആയിരുന്നു. വിവിധ ഭാഷക്കാരായ പട്ടാളക്കാർ തമ്മിൽ സംസാരിക്കാൻ ഉപയോഗിച്ച ഭാഷ ഉറുദു. ഉറുദു ഭാഷയുടെ വ്യാകരണം ഏതു ഭാഷയോട് സമാനമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി ഭാഷയോട് സമാനമാണ്. ഉറുദു ഭാഷയുടെ വ്യാകരണം ഏതു ഭാഷയോട് സമാനമാണ്? ഹിന്ദി ഭാഷയോട് സമാനമാണ്. ഉറുദു ഭാഷയിലെ വാക്കുകൾ എടുത്തിരിക്കുന്ന മറ്റ് ഭാഷകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ പേർഷ്യൻ ഭാഷയുണ്ട്, ഹിന്ദി എന്ന ഭാഷയുണ്ട്, തുർക്കി എന്ന ഭാഷയും കൂടിയുണ്ട്. ഉറുദു ഭാഷയിലെ വാക്കുകൾ എടുത്തിരിക്കുന്ന മറ്റു ഭാഷകളാണ് പേർഷ്യൻ, ഹിന്ദി, തുർക്കി തുടങ്ങിയവ. മധ്യകാലഘട്ടത്തിൽ മഹാഭാരതം ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത രചയിതാക്കളാണ് ശ്രീകരനന്ദി, കവീന്ദ്രൻ എന്നിവർ. മധ്യകാലഘട്ടത്തിൽ മഹാഭാരതം ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത രചയിതാക്കളാണ് ശ്രീകരനന്ദി, കവീന്ദ്രൻ എന്നിവർ. ബംഗാളി രാമായണത്തിന്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ കൃതിവാസ ഓജയാണ്. ബംഗാളി രാമായണത്തിന്റെ രചയിതാവ് കൃതിവാസ ഓജ. വമന പണ്ഡിറ്റ് ഗീതങ്ങൾ എഴുതിയ ഭാഷ മറയാത്തിയാണ്. വമന പണ്ഡിറ്റ് ഗീതങ്ങൾ എഴുതിയിട്ടുള്ള ഭാഷ മറാത്തി. മധ്യകാലഘട്ടത്തിൽ മഹാഭാരതം തെലുങ്കിലേക്ക് വിവർത്തനം ചെയ്തവർ തിക്കന്ന, നന്നയ്യ, യരപ്രഗത എന്നിവരാണ്. മധ്യകാലഘട്ടത്തിൽ മഹാഭാരതം തെലുങ്കിലേക്ക് വിവർത്തനം ചെയ്തവര് തിക്കന്ന, നന്നയ്യ, യരപ്രഗത എന്നിവരാണ്. തമിഴ് സാഹിത്യത്തിലെ തിരുമുറൈ എന്ന കൃതിയുടെ രചയിതാക്കൾ അപ്പർ, സമ്പന്തർ എന്നിവരാണ്. തമിഴ് സാഹിത്യത്തിലെ തിരുമുറൈ എന്ന കൃതിയുടെ രചയിതാക്കൾ അപ്പർ, സമ്പന്തർ എന്നിവരാണ്. തമിഴ് സാഹിത്യത്തിലെ കൃതിയായ 4000 ദിവ്യപ്രബന്ധം ആരുടെ രചനയാണ്? ആഴ്വാർമാരുടെ രചനയാണ്. തമിഴ് സാഹിത്യത്തിലെ കൃതിയായിട്ടുള്ള 4000 ദിവ്യപ്രബന്ധം ആരുടെ രചനയാണ്? ആഴ്വാർമാർ. കന്നഡ സാഹിത്യത്തിലെ കൃതിയായിട്ടുള്ള കവിരാജമാർഗത്തിന്റെ കർത്താവ് അമോഘവർഷനാണ്. കന്നഡ സാഹിത്യത്തിലെ കൃതിയായിട്ടുള്ള കവിരാജമാർഗത്തിന്റെ കർത്താവ് അമോഘവർഷൻ. സരളദാസ കാവ്യങ്ങൾ എഴുതിയ ഭാഷ ഒറിയയാണ്. സരളദാസ കാവ്യങ്ങൾ എഴുതിയിട്ടുള്ള ഭാഷ ഒറിയ. മലയാളത്തിലെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയിട്ടുള്ളത് എഴുത്തച്ഛനാണ്. മലയാളത്തിലെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയത് എഴുത്തച്ഛൻ. എന്തിന് കാട്ടിലലയണം, നഗരം ചുറ്റണം, ഗ്രന്ഥങ്ങളോളം കഠിനതപം ചെയ്യണം, സർവജ്ഞനായ അവനിൽ സ്വയം സമർപ്പിക്കൂ, അതുമാത്രമാണ് രക്ഷ. ഇത് ആരുടെ കവിതയിലെ വരികളാണ്? അപ്പറിന്റെ കവിതയിലെ വരികളാണ്. എന്തിന് കാട്ടിലലയണം, നഗരം ചുറ്റണം, ഗ്രന്ഥങ്ങളോതും, കഠിനതപം ചെയ്യണം, സർവജ്ഞനായ അവനിൽ സ്വയം സമർപ്പിക്കൂ, അതുമാത്രമാണ് രക്ഷ. ഇത് ആരുടെ കവിതയിലെ വരികളാണ്? അക്ബറിന്റെ കവിതയിലെ വരികളാണ്. ഉള്ളവൻ ശിവാലയം പണിയുന്നു, പാവപ്പെട്ടവനായ ഞാൻ എന്തു പണിയും? എന്റെ ദേഹം അമ്പലവും കാൽ തൂണും ശിരസ് സ്വർണ്ണത്താഴികക്കുടവുമാകുന്നു. ഇത് ആരുടെ വചന സാഹിത്യത്തിലെ വരികളാണ്? ബസവണ്ണയുടെ
വചന സാഹിത്യത്തിലെ വരികളാണ്. ഉള്ളവൻ ശിവാലയം പണിയുന്നു, പാവപ്പെട്ടവനായി ഞാൻ എന്തു പണിയും? എന്റെ ദേഹം അമ്പലവും കാൽ തൂണും ശിരസ് സ്വർണ്ണത്താഴിക കുടവുമാകുന്നു. ഇതാരുടെ വചന സാഹിത്യത്തിലെ വരികളാണെന്ന് ചോദിച്ചാൽ ബസവണ്ണയുടെ വചന സാഹിത്യത്തിലെ വരികളാണ്. ദൈവം പല നാമത്തിൽ അറിയപ്പെടുന്നു. അള്ള, റാം, കരീം, കേശവ്, ഹരി, ഹസ്രത്ത്. സ്വർണം മോതിരമായും വളയായും മാറ്റാം. ഇത് ആരുടെ ദോഹയിലെ വരികളാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കബീറിന്റെ ദോഹയിലെ വരികളാണ്. ദൈവം പല നാമത്തിൽ അറിയപ്പെടുന്നു. അള്ള, റാം, കരീം, കേശവ്, ഹരി, ഹസ്രത്ത്. സ്വർണം മോതിരമായും വളയായും മാറ്റാം. ഇത് ആരുടെ ദോഹയിലെ വരിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കബീറിന്റെ ദോഹയിലെ വരിയാണ് ഇത്. സംഗീതോപകരണങ്ങൾ വായിക്കുകയും ആലപിക്കുകയും ചെയ്യുന്ന സൂഫി ആചാരമായ സാമയ്ക്ക് രൂപം നൽകിയത് ആമിർ ഖുസ്രു ആണ്. സംഗീതോപകരണങ്ങൾ വായിക്കുകയും ആലപിക്കുകയും ചെയ്യുന്ന സൂഫി ആചാരമാണ് സാമ. ഈ സാമയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത് ആമിർ ഖുസ്രു ആണ്. ഖവാലി തുടങ്ങുന്നതിനും അവസാനിക്കുന്നതിനു മുമ്പും ഒരു പ്രാർത്ഥനാഗീതം പാടി ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സാമ എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളിലെ സംഗീതത്തെക്കാളും ഹൃദയവും മനസ്സും കവർന്നത് ഇന്ത്യൻ സംഗീതമായിരുന്നു. 30-40 വർഷമെടുത്താലും വിദേശികൾക്ക് ഇന്ത്യൻ രാഗം കൃത്യമായി ആവിഷ്കരിക്കുക ദുഷ്കരമായിരുന്നു. ആരുടെ വാക്കുകളാണിത് എന്ന് ചോദിച്ചാൽ ആമിർ ഖുസ്രുവിന്റെ വാക്കുകളായിരുന്നു. മറ്റ് രാജ്യങ്ങളിലെ സംഗീതത്തെക്കാളും ഹൃദയവും മനസ്സും കവർന്നത് ഇന്ത്യൻ സംഗീതമായിരുന്നു. 30-40 വർഷമെടുത്താലും വിദേശികൾക്ക് ഇന്ത്യൻ രാഗം കൃത്യമായി ആവിഷ്കരിക്കുക ദുഷ്കരമായിരുന്നു. ഇത് ആരുടെ വരികളാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആമിർ ഖുസ്രുവിന്റെ വരികളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മധ്യകാലത്തെ പ്രമുഖ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായ സൽത്തനത്ത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആമിർ ഖുസ്രു. മധ്യകാലത്തെ പ്രമുഖ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായ സൽത്തനത്ത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആമിർ ഖുസ്രു. ആമിർ ഖുസ്രു ആരിൽ നിന്നുമാണ് ഇന്ത്യൻ സംഗീതത്തിന്റെ വശങ്ങൾ അഭ്യസിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിദ്വാൻ നായിക് ഗോപാലിൽ നിന്നാണ്. ആമിർ ഖുസ്രു ആരിൽ നിന്നുമാണ് ഇന്ത്യൻ സംഗീതത്തിന്റെ വശങ്ങൾ അഭ്യസിച്ചത്? വിദ്വാൻ നായിക് ഗോപാൽ. വിദ്വാൻ നായിക് ഗോപാൽ ഏത് സംഗീതത്തിലാണ് പ്രസിദ്ധനായത്? കർണാടക സംഗീതം. വിദ്വാൻ നായിക് ഗോപാൽ ഏത് സംഗീതത്തിലാണ് പ്രസിദ്ധനായത്? കർണാടക സംഗീതം. ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന സംഗീത ശൈലിയാണ് നമ്മുടെ കർണാടക സംഗീതം. ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന സംഗീത ശൈലിയാണ് കർണാടക സംഗീതം. പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി ഉത്തരേന്ത്യയിൽ രൂപം കൊണ്ട പുതിയ സംഗീത ശൈലിയാണ് ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുന്നത്. പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീനത്തിന്റെ ഫലമായിട്ട് ഉത്തരേന്ത്യയിൽ രൂപം കൊണ്ട പുതിയ സംഗീത ശൈലിയാണ് ഹിന്ദുസ്ഥാനി സംഗീതം. മധ്യകാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ ഫലമായി പ്രചാരം ലഭിച്ച ആലാപന രീതികളാണ് ഖയാൽ, തുമി എന്നിവ. മധ്യകാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ ഫലമായി പ്രചാരം ലഭിച്ചിട്ടുള്ള ആലാപന രീതികളാണ് ഖയാൽ, തുമി എന്നിവ. മധ്യകാലഘട്ടത്തിൽ പ്രചാരത്തിലായ സംഗീത ഉപകരണങ്ങളാണ് സിത്താർ, സാരംഗി, തബല എന്നിവ. മധ്യകാലഘട്ടത്തിൽ പ്രചാരത്തിലായ സംഗീത ഉപകരണങ്ങളാണ് സിത്താർ, സാരംഗി, തബല എന്നിവ. മധ്യകാലഘട്ടത്തിൽ സൂഫികളുടെ പ്രചാരം ലഭിച്ച സംഗീത രീതികളാണ് ഗസൽ, ഖയാൽ എന്നിവ. മധ്യകാലഘട്ടത്തിൽ സൂഫികളുടെ പ്രചാരം ലഭിച്ച സംഗീത രീതികളാണ് ഗസൽ, ഖയാൽ എന്നിവ. രാഗദർപ്പൺ എന്ന സംഗീതകൃതി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത സമയത്തെ സുൽത്താനാണ് ഫിറോസ് ഷാ തുഗ്ലക്. രാഗദർപ്പൺ എന്ന സംഗീതകൃതി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട സമയത്തെ സുൽത്താനാണ് ഫിറോസ് ഷാ തുഗ്ലക്. അബുൾ ഫസൽ ഏത് മുഗൾ രാജാവിന്റെ സംരക്ഷണയിലാണ് 36 സംഗീതജ്ഞരുണ്ടായിരുന്നതായി പരാമർശിക്കുന്നത്? അക്ബറിന്റെ. അബുൾ ഫസൽ എന്ന എഴുത്തുകാരൻ ഏത് മുഗൾ രാജാവിന്റെ സംരക്ഷണയിലാണ് 36 സംഗീതജ്ഞന്മാരുണ്ടായിരുന്നതായിട്ട് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അക്ബറിന്റെ സംരക്ഷണയിലാണ് 36 സംഗീതജ്ഞന്മാരുണ്ടായതായിട്ട് അബുൾ ഫസൽ പരാമർശിക്കുന്നത്.
അക്ബറിന്റെ സംഗീതജ്ഞരിൽ ഏറ്റവും പ്രസിദ്ധനായിരുന്നു താൻസൻ. അക്ബറിന്റെ സംഗീതജ്ഞരിൽ ഏറ്റവും പ്രസിദ്ധൻ താൻസൻ. ഹിന്ദുസ്ഥാനി സംഗീതത്തെ സമ്പന്നമാക്കിയ ദർബാറി രാഗം സംഭാവന ചെയ്തത് താൻസനാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തെ സമ്പന്നമാക്കിയിട്ടുള്ള ദർബാറി രാഗം സംഭാവന ചെയ്തത് താൻസനാണ്. മധ്യകാല ഇന്ത്യൻ സംഗീത ലോകത്തെ പ്രധാന സംഭാവനയായിട്ടുള്ള സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചത് ശാർങ്ഗദേവനാണ്. മധ്യകാല ഇന്ത്യൻ സംഗീത ലോകത്തെ പ്രധാന സംഭാവനയായിട്ടുള്ള സംഗീത രത്നാകരം എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ശാർങ്ഗദേവനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മധ്യകാല ഇന്ത്യയിൽ വികാസം പ്രാപിച്ച വാസ്തുവിദ്യയിലെ പുതിയ ശൈലികളാണ് ദ്രാവിഡ, നാഗര, ഇൻഡോ പേർഷ്യൻ എന്നിവ. മധ്യകാല ഇന്ത്യയിൽ വികാസം പ്രാപിച്ചിട്ടുള്ള വാസ്തുവിദ്യയിലെ പുതിയ ശൈലികളാണ് ദ്രാവിഡ, നാഗര, ഇൻഡോ പേർഷ്യൻ എന്നിവ. മുഗൾ കാലഘട്ടത്തിൽ നിലവിൽ വന്ന ചിത്രകലാ രീതിയാണ് സൂക്ഷ്മ ചിത്രകല. മുഗൾ കാലഘട്ടത്തിൽ നിലവിൽ വന്നിട്ടുള്ള ചിത്രകലാ രീതിയാണ് സൂക്ഷ്മ ചിത്രകല. പുസ്തകങ്ങളിലെ ചിത്രങ്ങളെ പോലെ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുക എന്ന ചിത്രകലാ രീതിയാണ് സൂക്ഷ്മ ചിത്രകല. പുസ്തകങ്ങളിലെ ചിത്രങ്ങളെ പോലെ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുക എന്ന ചിത്രകലാ രീതിയാണ് സൂക്ഷ്മ ചിത്രകല. സൂക്ഷ്മ ചിത്രകല ഏതൊക്കെ ശൈലിയുടെ മിശ്രിതമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യനും പേർഷ്യനുമാണ്. സൂക്ഷ്മ ചിത്രകല ഏതൊക്കെ ശൈലിയുടെ മിശ്രിതമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യനും പേർഷ്യനുമാണ്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം ഏത് ശില്പകലയ്ക്ക് ഉദാഹരണമാണ്? ദ്രാവിഡ ശില്പകലയ്ക്ക് ഉദാഹരണമാണ്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം ഏത് ശില്പകലയ്ക്ക് ഉദാഹരണമാണ്? ദ്രാവിഡ. ഡൽഹിയിലെ ചെങ്കോട്ട ഏത് ശില്പകലയ്ക്ക് ഉദാഹരണമാണ്? ഇൻഡോ പേർഷ്യൻ. ഡൽഹിയിലെ ചെങ്കോട്ട ഏത് ശില്പകലയ്ക്ക് ഉദാഹരണമാണ്? ഇൻഡോ പേർഷ്യൻ. ഖജുരാഹോവിലെ കാന്താരി ക്ഷേത്രം ഏത് ശില്പകലയ്ക്ക് ഉദാഹരണമാണ്? നാഗര. ഖജുരാഹോയിലെ കാന്താരി ക്ഷേത്രം ഏത് ശില്പകലയ്ക്ക് ഉദാഹരണമാണ്? നാഗര ശില്പകലയ്ക്ക് ഉദാഹരണമാണ്. പേർഷ്യൻ കലാകാരന്മാരായ മീർ സെയ്ദ് അലി, അബ്ദുസ്സമദ് എന്നിവരെ കൊട്ടാരത്തിൽ വരുത്തിയ മുഗൾ ഭരണാധികാരി ഹുമയൂണാണ്. പേർഷ്യൻ കലാകാരന്മാരായിട്ടുള്ള മീർ സെയ്ദ് അലി, അബ്ദുസമദ് എന്നിവരെ കൊട്ടാരത്തിൽ വരുത്തിയിട്ടുള്ള മുഗൾ ഭരണാധികാരി ഹുമയൂൺ. മുഗൾ ചിത്രകലാ ശൈലിയുടെ ഉപജ്ഞാതാക്കളായ പേർഷ്യൻ കലാകാരന്മാരായിരുന്നു മീർ സെയ്ദ് അലിയും അബ്ദുസമദും. മുഗൾ ചിത്രകലാ ശൈലിയുടെ ഉപജ്ഞാതാക്കളായിട്ടുള്ള പേർഷ്യൻ കലാകാരന്മാരായിരുന്നു മീർ സെയ്ദ് അലിയും അബ്ദുസമദും എന്നുള്ളത് ഓർത്തിരിക്കുക. രാജകീയ സ്ഥാപനങ്ങളിലൊന്നായ കാർഖാനയിൽ ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്ന മുഗൾ ഭരണാധികാരിയായിരുന്നു അക്ബർ. രാജകീയ സ്ഥാപനങ്ങളിലൊന്നായ കാർഖാനയിൽ ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്ന മുഗൾ ഭരണാധികാരിയായിരുന്നു അക്ബർ. രാസ്നാമ എന്ന പേരിൽ അക്ബറിന്റെ കാലത്ത് മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയ ചിത്രകാരനായിരുന്നു ദസ്വന്ത്. രാസ്നാമ എന്ന പേരിൽ അക്ബറിന്റെ കാലത്ത് മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയ ചിത്രകാരൻ ദസ്വന്താണ്. ജഹാംഗീറിന്റെ കാലത്ത് ജീവിച്ചിരുന്ന പ്രധാന ചിത്രകാരന്മാരായിരുന്നു ബിഷൻ ദാസും അബുൾ ഹസനും. ജഹാംഗീറിന്റെ കാലത്ത് ജീവിച്ചിരുന്ന പ്രധാന ചിത്രകാരന്മാരായിരുന്നു ബിഷൻ ദാസും അബുൾ ഹസനും. കല്യാൺ ദാസ് ഏത് മുഗൾ രാജാവിന്റെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന ചിത്രകാരനായിരുന്നു? ഷാജഹാൻ. കല്യാൺ ദാസ് ഏത് മുഗൾ രാജാവിന്റെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന ചിത്രകാരനായിരുന്നു? ഷാജഹാൻ. ആരുടെ ഭരണകാലത്താണ് ചിത്രങ്ങളുടെ ഗുണമേന്മ വർദ്ധിച്ചത്? ജഹാംഗീറിന്റെ ഭരണകാലത്താണ്. ആരുടെ ഭരണകാലത്താണ് ചിത്രങ്ങളുടെ ഗുണമേന്മ വർദ്ധിച്ചത്? ജഹാംഗീർ. മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ചിത്രകാരന്മാരുടെ സംഘങ്ങൾ ഇന്ത്യയുടെ ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു? ഡക്കാൻ, കാശ്മീർ, ഗുജറാത്ത് എന്നീ പ്രദേശങ്ങളിൽ നിന്നും വന്നവരായിരുന്നു. മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ചിത്രകാരന്മാരുടെ സംഘങ്ങൾ
ഇന്ത്യയുടെ ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നും വന്നവരായിരുന്നു? ഡക്കാൻ, കാശ്മീർ, ഗുജറാത്ത് എന്നീ പ്രദേശങ്ങളിൽ നിന്നും വന്നവരായിരുന്നു. പാരമ്പര്യ ശൈലിയും മുഗള ശൈലിയും സമന്വയിപ്പിച്ചുകൊണ്ട് മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ട ഒരു ചിത്രകലാരീതിയാണ് രാജസ്ഥാൻ ചിത്രകലാരീതി. പാരമ്പര്യ ശൈലിയും മുഗള ശൈലിയും സമന്വയിപ്പിച്ചുകൊണ്ട് മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ട ഒരു ചിത്രകലാരീതിയാണ് രാജസ്ഥാൻ ചിത്രകലാരീതി. സമന്വയത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായി മധ്യകാല ഇന്ത്യയിൽ രൂപം കൊണ്ട മതങ്ങളാണ് ദിൻ ഇലാഹിയും സിഖ് മതവും. സമന്വയത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായി മധ്യകാല ഇന്ത്യയിൽ രൂപം കൊണ്ട മതങ്ങളാണ് ദീൻ ഇ ഇലാഹി, സിഖ് മതം എന്നിവ. രാജാവിനാൽ സ്വാധീനിക്കപ്പെട്ട മതമാതൃകയാണ് ദീൻ ഇലാഹി. ജനങ്ങളിൽ നിന്ന് രൂപപ്പെട്ട മതമാതൃകയാണ് സിഖ് മതം. രാജാവിനാൽ സ്വാധീനിക്കപ്പെട്ട മതമാതൃകയാണ് ദീൻ ഇ ഇലാഹി. ജനങ്ങളിൽ നിന്ന് രൂപപ്പെട്ട മതമാതൃകയാണ് സിഖ് മതം. മധ്യകാലഘട്ടത്തിലെ ചിത്രകലയുടെ സവിശേഷതകള്: ഭാരതീയ വിഷയങ്ങളും ഇന്ത്യയിലെ പ്രകൃതി വിഷയങ്ങളും ആവിഷ്കരിച്ചു. പക്ഷിമൃഗാദികളുടെ ചിത്രീകരണമുണ്ടായി. ധാരാളം ചുവർച്ചിത്രങ്ങളുണ്ടായി. ചോള കാലഘട്ടത്തിലെ തഞ്ചാവൂർ ക്ഷേത്രങ്ങളിലെ ചുവർച്ചിത്രങ്ങൾ ഇതിനുദാഹരണമാണ്. ഇന്ത്യയിലെയും പേർഷ്യയിലെയും പുരാണങ്ങളിലെ കഥകളിൽ നിന്നുള്ള രംഗങ്ങളും അക്കാലത്ത് ചിത്രീകരിക്കപ്പെട്ടു. 108 ചോദ്യങ്ങളോളം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.